ഇന്ന് ഈവനിങ് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് മീനും ഞണ്ടൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ 2, 3 ദിവസത്തിന് നമുക്ക് പണിയൊക്കെ കുറഞ്ഞ് കിട്ടും. കിച്ചണൊക്കെ ചെറുതാണ് നമ്മുടെ. അത് കാരണം അവിടെ നിന്ന് ഇത്രയധികം മീനൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഹാളിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ പലരും ഇങ്ങനെയൊക്കെയാവും ചെയ്യുന്നുണ്ടാവുക. ഈ ഷാനുവിന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും എൻ്റെ കൂടെ തന്നെ ഇത് കണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യണത് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് വേഗത്തിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ആദ്യം കാലൊക്കെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എനിക്ക് അറിയണ പോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് റെഡിയാക്കി. പിന്നെ ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി മത്തിയും നന്നാക്കാനുണ്ട്. അതുപോലെ തളയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തളയൻ എന്നുള്ള മീൻ ഞങ്ങളുടെ മലപ്പുറമൊക്കെ അങ്ങനെയാണ് പറയാറ്. പല സ്ഥലത്ത് അതിന് പല പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നന്നാക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇതിനി എങ്ങനെ ഉണ്ടാക്കണം എന്നും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞണ്ട് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ കുരുമുളകും മല്ലിയും ജീരകവും കുറച്ച് തേങ്ങയൊക്കെ കൂടി വറുത്ത് അത് പൊടിച്ചിട്ട് നമ്മളുടെ മസാലയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് നമ്മൾ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോണത്. ഇനി ഞണ്ടിനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ മത്തിയും തളേനയും കൂടി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞണ്ടിൻ്റെ പണി തുടങ്ങണം.